ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പുതിയ വ്ളോഗ്. നമുക്കൊരു വെറൈറ്റി വ്ളോഗ് ചെയ്താലോ? അതായത് സാധാരണ നമ്മൾ എല്ലാ ദിവസവും എവിടെയെങ്കിലൊക്കെ കറങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയല്ലേ വ്ളോഗ് ചെയ്യുന്നത്. നമുക്കൊരു വെറൈറ്റിക്ക് ഒരു പാക്ക് വിത്ത് മീ വ്ളോഗ് ചെയ്താലോ? കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് കുറെ മുമ്പേ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ ചെയ്യാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഏകദേശം ഒരു സാഹചര്യം കറങ്ങി തിരിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ബാമ്മിക്കുട്ടിയും കൂടെ ചെറിയൊരു യാത്രയ്ക്ക് പോവുകയാണ്. ചെറിയൊരു യാത്ര എന്ന് വെച്ചാൽ എങ്ങോട്ടേക്കാ പോകുന്നത് എന്നുള്ളത് സസ്പെൻസ് ആക്കി വെക്കാന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ എന്റെ വ്ളോഗ്സ് ഒക്കെ ഡെയിലി കാണുന്ന എന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ മനസ്സിലാവും, ഞാൻ ഈ പാക്ക് ചെയ്യുന്ന കാണുമ്പോഴേ മനസ്സിലാവും ഞാൻ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന്. അതുകൊണ്ട് ഇപ്പം എങ്ങോട്ടേക്കാ പോകുന്നത് സസ്പെൻസ് ആക്കി വെക്കുന്നില്ല, ആദ്യം തന്നെ പറയാം. ഞാനും ബാമ്മിക്കുട്ടിയും കൂടെ ഡൽഹിക്ക് പോവാണ്. കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഡൽഹിക്ക് പോവാണ്. നമ്മൾ ലാസ്റ്റ് പോരുന്നത് മാമിക്കുട്ടിക്ക് 1 വയസ്സായ സമയത്തായിരുന്നു ലാസ്റ്റ് പോയിട്ടായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ പിന്നെയും ഇതാ ഇപ്പോ ഡൽഹിക്ക് പോകാൻ പോവാണ്. സോ അതിന്റെ പാക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ ആലോചിച്ചു, എന്നാൽ അതൊന്ന് വീഡിയോ എടുത്ത് ഒന്ന് ഷൂട്ട് ചെയ്ത് അതൊരു വ്ളോഗാക്കി ചെയ്യാന്നൊരു ആലോചന വന്നു. അങ്ങനെ ഉരുത്തിരിഞ്ഞൊരു ബുദ്ധിയാണ്. എന്താവും എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്യാൻ പോകുന്നത്. കൊള്ളായാലും കുഴപ്പമില്ല, ഒരു ആഗ്രഹത്തിന് ചെയ്യാണ്, നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, പാക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതലൊന്നുമില്ല, ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വേണ്ടുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മെയിനായിട്ട് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ മെയിനായിട്ടുള്ള ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ എന്തായാലും ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഡ്രസ്സാണ് കേട്ടോ. ഇതെന്റെ കുറച്ച് ഡ്രസ് ഐറ്റംസ് ആണ് കേട്ടോ. ഇത് നോർമൽ കാഷ്വൽ വെയേഴ്സ് ആണ്. ഇതിപ്പോൾ അവിടെ കൊണ്ടുവന്നുകൊണ്ട് യൂസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം അവിടെ ഇപ്പോൾ നല്ല വിന്റർ ടൈം ആയതുകൊണ്ട് തന്നെ വിന്റർ ക്ലോത്ത് കൊണ്ടേ യൂസ് ഉണ്ടാവുള്ളൂ. എന്നാലും ഞാൻ കുറച്ച് കാഷ്വൽ വെയേഴ്സ് എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും യൂസ് വരുന്നെങ്കിൽ ഉപയോഗിക്കാമല്ലോ. അങ്ങനെ കുറച്ച് കാഷ്വൽ വെയേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ അവിടുത്തെ വീട്ടിലിടുന്ന വിൻ്റർ ക്ലോത്ത്സ് ആണ് കേട്ടോ. വീട്ടിലിടുന്ന വിൻ്റർ ക്ലോത്ത്സ് ആണ്. ഇത് ശരിക്കും ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ടൈമിൽ തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എല്ലാം എടുത്ത് വൃത്തിയാക്കി അയൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള വിൻ്റർ ക്ലോത്ത്സ് ആണ്. പിന്നെ അടുത്ത ഇത് നമ്മുടെ നോർമൽ വീട്ടിൽ യൂസ് ചെയ്യാനുള്ള ക്ലോത്ത്സ് ആണ്. പിന്നെ കുറേ അധികം സോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇപ്പോൾ തണുപ്പ് സമയം കൂടെ ആയതുകൊണ്ട് എനിക്ക് സോക്സ് ഇല്ലാണ്ട് നിൽക്കാനേ പറ്റില്ല. അതുകൊണ്ട് അത്യാവശ്യം കുറേ സോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മാമിക്കുട്ടിയുടെ നോർമൽ കാഷ്വൽ വെയേഴ്സ് ആണ് കേട്ടോ. പിന്നെ ഇത് വീട്ടിൽ ഇടാനുള്ള ഡ്രസ്സുകളാണ്. ഇതുകൊണ്ട് മതിയാവില്ല, നമുക്ക് അവിടെ ചെന്നതിന് ശേഷം വിൻ്റർ ക്ലോത്ത് എക്സ്ട്രാ വാങ്ങിക്കണം, കാരണം അവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല തണുപ്പത്ത്. പിന്നെ മാമിക്കുട്ടിയുടെ ഫേവറേറ്റ് ബ്ലാങ്കറ്റ്, ഈ ബ്ലാങ്കറ്റ് ഉണ്ടെങ്കിൽ ഉറങ്ങത്തുള്ളൂ. അങ്ങനെ പുള്ളിക്കാരിയുടെ ബ്ലാങ്കറ്റ്. പിന്നെ ഡ്രസ്സ് കണ്ടല്ലോ അല്ലേ, ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഐറ്റംസ് മൊത്തം കുറേ കിടമ്പടി സാധനങ്ങളാണ് ഗൈസ്. അതായത് ഇത് മെഡിസിൻ ബോക്സ് ആണ്. ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മെഡിസിൻ ബോക്സ് ആണ്. ഇത് മാമിക്കുട്ടിയുടെ കുറേ അധികം മെഡിസിൻസ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊന്നും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വാങ്ങിച്ചതൊന്നുമല്ല. ഇതൊക്കെ ഡോക്ടർ നേരത്തെ കണ്ട് ചോദിച്ച ആൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു സ്ഥലം മാറുന്ന സമയത്ത് ആൾക്ക് വല്ല ജലദോഷമോ ചുമയോ ഒക്കെ വരികയാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ വാങ്ങിച്ച് വെച്ച മരുന്നുകളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ആൾക്ക് ചെറിയൊരു അലർജിയൊക്കെ ഉണ്ട്, അതിൻ്റെ മെഡിസിനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം ക്ലോത്ത് ഐറ്റംസ് ഒക്കെ ഞാൻ പാക്ക് ചെയ്ത് മാറ്റി കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് മാമിക്കുട്ടിയുടെ ഹെഡ്സെറ്റ് ആണ് കേട്ടോ. ഭയങ്കര ലിമിറ്റഡ് ആയിട്ടേ സൗണ്ട് വരുള്ളൂ ഇതിനകത്ത്. ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് എന്തായാലും ഭയങ്കരമായിട്ട് അലമ്പ് കാണിക്കുകയാണെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് ഒക്കെ വെച്ച് കൊടുക്കാന്ന് വെച്ചാൽ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് ഫുള്ള് മാമിക്കുട്ടികളുടെ ഐറ്റംസ് ആണ് കേട്ടോ. നമുക്ക് ഫ്ലൈറ്റിൽ 3 hours ഉള്ളെങ്കിൽ പോലും ആളെപ്പോഴും ഇങ്ങനെ വിരവിരാ നടക്കുന്ന ക്യാരക്ടർ ആയതുകൊണ്ട് ആളെ ജസ്റ്റ് ഒന്ന് എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ നേരത്തെ മുൻകരുതലിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ച കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. കുറച്ച് ബുക്സും പിന്നെ കുറച്ച് ആളെ എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താൻ പറ്റിയ കുറച്ച് ഐറ്റംസും ആണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്തായാലും. ഇത് മോഡലിംഗ് ഡോ ആണ് കേട്ടോ. നമുക്ക് പല പല ക്യാരക്ടേഴ്സും ഷേപ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത് വെച്ചിട്ട്. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. പൊതുവെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആള് കുറച്ചു നേരം അതുകൊണ്ട് ഇരുന്നോളും. അതുകൊണ്ടാണ് ഞാൻ നോക്കി മേടിച്ച് വെച്ചത്. അടുത്തത് ക്ലേ ആണ് കേട്ടോ. ഇത് ഞാൻ നമ്മുടെ ഡോയുടെ കൂടെ തന്നെ പർച്ചേസ് ചെയ്തതാണ്. ഒരു 12 കളേഴ്സും ഷേപ്സും ഒക്കെ ആയിട്ട് അതാണ് വരുന്നത്. മാമിക്കുട്ടിക്ക് ഇതും പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അടുത്തത് ഒരു കളറിംഗ് ബുക്കാണ് കേട്ടോ. ഒരു ഡോറയുടെ തീമിൽ വന്നിരിക്കുന്ന ഒരു കളറിംഗ് ബുക്കാണ്. ലുലു എന്നാണ് കേട്ടോ ഞാനിത് പർച്ചേസ് ചെയ്തത്. ഇത് ഫുള്ള് എന്താ പറയുക, ഡോറയുടെ ഒരു തീമിൽ ഡോറയുടെ ക്യാരക്ടേഴ്സും തിങ്സും ഒക്കെ ആയിട്ട് വരുന്ന ഒരു കളറിംഗ് ബുക്കാണ്. മാമിക്കുട്ടിക്ക് പൊതുവെ കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൽ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്താൽ പിന്നെ ഭയങ്കര സന്തോഷം. അങ്ങനെ മേടിച്ച് വെച്ചതാണ് കേട്ടോ. അടുത്തത് ഇത് മാമിക്കുട്ടിയുടെ സാനിറ്റൈസർ ആണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്. ജസ്റ്റ് ഞാൻ മറന്നു പോയിരിക്കാൻ വേണ്ടി പെട്ടെന്ന് എടുത്ത ഒരു ബാഗിലോട്ട് വെച്ചതാണ് കേട്ടോ. അടുത്തത് കളിക്കുടുക്കയാണ് കേട്ടോ. ഇതും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് കുറെ കഥകളും കുട്ടി കുട്ടി കവിതകളും അതുപോലെ തന്നെ കുറെ അത്യാവശ്യം പെയിന്റ് ചെയ്യാനും ഒക്കെ കാണും കേട്ടോ. ഇതങ്ങ് കൊടുത്തിട്ട് ആളെ അങ്ങ് മാറ്റി ഇരുത്താനൊന്നും പറ്റില്ല. നമ്മളതിന്റെ കൂടെ ഇരിക്കണം. കൂടെ ഇരുന്ന ആ ഈണത്തിനും തണത്തിനൊക്കെ കഥയൊക്കെ പറഞ്ഞങ്ങ് ഇരിക്കാമെങ്കിൽ ആളത് ശ്രദ്ധിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നോളും. അടുത്തത് മാമിക്കുട്ടിയുടെ കളർ പെൻസിലിന്റെ ബോക്സ് ആണ് കേട്ടോ. ഇഷ്ടം പോലെ കളർ പെൻസിലിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഏറ്റവും ഡൽഹിയിൽ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടു കൊടുക്കുന്നതാണ് കേട്ടോ. അതിനകത്ത് കുറച്ച് കളേഴ്സ് ഞാൻ പിക്ക് ചെയ്തെടുത്ത് മാറ്റി ഷാർപ്പൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡൽഹിയിൽ പോകുമ്പോഴായാലും അവനൊക്കെ ഫ്ലൈറ്റ് ഇരുന്നാലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്.
അപ്പൊ ഇത്രയാണ് ഞാൻ വാമിക്കുട്ടിയുടെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഐറ്റംസ്. അതൊക്കെ ഞാൻ ദാ ഇങ്ങനെ ഒരു ബാഗിലാക്കിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രത്യേകം. അടുത്തതായിട്ട് ഇതാ ഈ ഒരു പൗച്ചിൽ ഫുള്ള് വരുന്നത് എൻ്റെ പ്രോഡക്ട്സ് ആണ് കേട്ടോ. പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ മേക്കപ്പ് കിറ്റ് അങ്ങനൊന്നും അല്ല, ജസ്റ്റ് സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഒക്കെ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് ആണ് കേട്ടോ. കുറേ തോനെയായിട്ടൊക്കെ തോന്നും. പിന്നെ ഇതാ ഇത് എൻ്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. എനിക്ക് പിമ്പിൾസ് നന്നായിട്ട് വരുന്നൊരു ഫേസ് ആയതുകൊണ്ട് എനിക്കിത് ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നൊരു സൺസ്ക്രീൻ ആണ്. അപ്പം ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ് കേട്ടോ, ഇതില്ലാണ്ട് എനിക്ക് പറ്റില്ല. പിന്നെ അടുത്തത് വരുന്നത് ഇത് ടോണറാണ് കേട്ടോ. ഇതൊന്നും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമൊന്നുമല്ല, എന്നാലും ഇങ്ങനെ കൊണ്ടു കിടക്കും. ഇതൊന്നും ഞാൻ വാങ്ങിക്കുന്നതല്ല കേട്ടോ, എനിക്കിതൊക്കെ ഏട്ടൻ കൊണ്ട് തരുന്നതാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് തന്നെ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതെൻ്റെ ഹെയർ ലോഷൻ ആണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഹെയർ ലോസ്, അതായത് മുടി കൊഴിയുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ ഇതും എനിക്ക് ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന ഒരു ലോഷനാണ് കേട്ടോ. അടുത്തത് ഇതെന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ഇതും എനിക്ക് ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെയാണ്, കാരണം എനിക്ക് നന്നായിട്ട് പിമ്പിൾസ് വരുന്ന ഒരു ഫേസ് ആയതുകൊണ്ട് ഇതും ഡോക്ടർ തന്നെ തന്നതാണ് കേട്ടോ. ഇതൊരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. പുറത്ത് വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, അതിട്ടാൽ നമുക്കൊരു മാറ്റേ ഫിനിഷ് ആണ് കിട്ടുക. അത്യാവശ്യം നല്ല മോയ്സ്ചറൈസർ ആണ്. അടുത്തത് ഇതെന്റെ ബോഡി ലോഷൻ ആണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ശരിക്കും ഏട്ടൻ കൊണ്ട് തരുന്നതാണ്. കൊണ്ടുവരുമ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കും, കൊള്ളാമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ വേണ്ടാന്ന് വയ്ക്കും, അങ്ങനെയാണ് ചെയ്യാറ്. ശരിക്കും ഇതിന്റെ സ്മെല്ല് സൂപ്പർ ആണ് കേട്ടോ. എനിക്ക് ഇതിന്റെ സ്മെല്ലാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇതാ ഇതെന്റെ ലിപ് ബാം, പിന്നെ ഇത് വാമിക്കുട്ടിയുടെ ലിപ് ബാം, പിന്നെ ഇതേ ഒരു ഐസറും. അങ്ങനെ വേണ്ടുന്നത് വേണ്ടാത്തതായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് എൻ്റെ ഒരു പൗച്ചിൽ വരുന്നത്. ഇതിൽ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ എനിക്ക് തോന്നിയാൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. പിന്നെ ഇത് വാമിക്കുട്ടിയുടെ ഹെയർ ക്ലിപ്സ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഹെയർ ക്ലിപ്പ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസർ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മോഡൽ നോക്കിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണ്. പകുതി വഴിയിലായി പോയി, സമയം കിട്ടിയില്ല കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്തായാലും കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചങ്ങ് എടുക്കുകയാണ്. പിന്നെ ഇത് വാമക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ നേരത്തെ എടുത്ത് വെച്ചതാണ്, പക്ഷേ ഈ പ്രാവശ്യം മിക്കവാറും ബർത്ത്ഡേക്ക് നമ്മൾ ഏട്ടൻ്റെ കൂടെ ആയിരിക്കും, സോ ഞാൻ നേരത്തെ ഒന്ന് എടുത്ത് വെച്ചതാണിത്. അപ്പോൾ ഏതായാലും ഇപ്പം ഞാനിത് ഓപ്പൺ ചെയ്യുന്നില്ല, കാരണം അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ആളുടെ ബർത്ത്ഡേയുടെ അന്നേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ചധികം സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് മാറ്റി കേട്ടോ. ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു കുറച്ച് സാധനങ്ങളുടെ കാണും, അപ്പോൾ എന്തായാലും ഒരു ബാഗും കൂടെ എടുക്കേണ്ടി വരും. ഡ്രസ്സൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു ബാഗ് ഫില്ലായി കേട്ടോ. നമ്മൾ ഏകദേശം 1.5 മാസത്തോളം നമ്മൾ ഏട്ടൻ്റെ കൂടെ ആയിരിക്കും, അതാണ് ഇത്രയും ഡ്രസ്സ് ഇങ്ങനെ പാക്ക് ചെയ്യേണ്ടി വരുന്നത്. ഹായ് ഗായ്സ്, അപ്പൊ ഇത്രയാണ് എന്റെ ഒരു പാക്കിംഗ് വ്ളോഗ് എന്ന് പറയുന്നത്. ഏകദേശം എല്ലാം ആയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു നിഗമനം. ഇനി എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ബാക്കി ഉണ്ടാവും. ഒന്നാമത് മോളെയും കൊണ്ട് പോകുന്നത് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ മിസ്സായി പോകുമോ എന്നൊക്കെ ഒരു ഭയങ്കര ടെൻഷനാണ്. അപ്പം ആദ്യമേ ഞാൻ ചെറിയൊരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ലിസ്റ്റ് ഇല്ലാത്ത കുറെ സാധനങ്ങളൊക്കെ പിന്നെ വന്ന് കയറി. അങ്ങനെ ആകെ ഏകദേശം ഒരു വരുവായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി കാണുക ചിലപ്പം ഡൽഹി ചെന്നതിന് ശേഷം, അല്ലെങ്കിൽ ഡൽഹിയിലേക്കുള്ള ട്രാവലിനിടയ്ക്കോ ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ പാക്ക് വിത്ത് മീ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ല അടിപൊളി വ്ളോഗ്സ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരെ ബൈ.